JDUവിന്റെ പ്രസക്തി കുറയ്ക്കുക എന്നുള്ളതാണ് തലപുകഞ്ഞ് BJP നേതൃത്വം ആലോചിക്കുന്നത്. ബീഹാറിൽ മഹാരാഷ്ട്ര മോഡൽ നടപ്പിലാക്കാനാണ് BJPയുടെ അറ്റകൈ. അതായത് നിതീഷ് കുമാറിനെ എങ്ങനെയും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും ഒഴിവാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ വരികയാണ്. 2025 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കേവല ഭൂരിപക്ഷത്തോടെ അധികാരം പിടിക്കാൻ വേണ്ടിയുള്ള സർവ്വ കളികളും നടത്തുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയും BJPയും വലിയ രീതിയിൽ തന്നെ അതിനുവേണ്ടിയുള്ള ദീർഘമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ ജതൻ റാം മഞ്ചി നിതീഷ് കുമാറിനെ വലിയ തരത്തിൽ രാഷ്ട്രീയപരമായി ചതിച്ച വ്യക്തി തന്നെയാണ്. കാരണം നരേന്ദ്രമോദി 2014 പ്രധാനമന്ത്രിയായപ്പോൾ നിതീഷ് കുമാർ തന്റെ പാർട്ടിയുടെ മോശം പ്രകടനം അടിസ്ഥാനപ്പെടുത്തിയാണ് മുഖ്യമന്ത്രി പദവി രാജിവെച്ചത്. എന്നാൽ പകരമായി അന്ന് ഐക്യജനതാദളിൽ നിന്നും ജതൻ റാം മഞ്ചിയെ മുഖ്യമന്ത്രിയാക്കിയെങ്കിലും പിന്നീട് അദ്ദേഹം രാജിവെച്ചൊഴിയാൻ കൂട്ടാക്കിയില്ല. അതോടെയാണ് നിതീഷ് കുമാർ ജതൻ റാം മഞ്ചിയെ പുറത്താക്കിയത്. അതേ ജതൻ റാം മഞ്ചിയാണ് ഇപ്പോൾ ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയുടെ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായി മോദി മന്ത്രിസഭയിൽ ഉള്ളത്. കൃത്യമായും ഐക്യജനതാദളിന് നിരവധിയായ സഖ്യകക്ഷികളോട് വലിയ രീതിയിലുള്ള കലിപ്പുണ്ട്. അതിൽ ഒന്ന് ചിരാഗ് പാസ്വാന്റെ LJP ആണ്. ചിരാഗ് പാസ്വാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഐക്യജനതാദളിനെ അള്ളുവെച്ച് പരമാവധി സീറ്റുകൾ കുറച്ചെടുത്തതൊന്നും അത്ര എളുപ്പത്തിലൊന്നും നിതീഷിന് മറക്കാൻ കഴിയുന്നതല്ല. ഇനിയും സഖ്യത്തിന്റെ ഭാഗമായി തുടർന്നാൽ നിതീഷിന് വലിയ നഷ്ടം കൊടുക്കേണ്ടി വരും എന്ന ലാലു പ്രസാദ് യാദവിന്റെ പരിഹാസം നിതീഷ് കുമാർ അങ്ങനെ തള്ളിക്കളയാനും ഉദ്ദേശിച്ചിട്ടില്ല. കാരണം അദ്ദേഹത്തിന് കൃത്യമായി അറിയാം, ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിതീഷ് കുമാർ ഇരിക്കുന്നിടത്തോളം കാലം BJPക്ക് അസ്വസ്ഥത തന്നെയാണ്. ഇടക്കാലത്ത് BJPയുമായി ഉരസലുണ്ടാക്കി വീണ്ടും മഹാഗഡ്ബന്ധനിലേക്ക് പോയത് ഈ കാരണത്തിന്റെ ഫലമായി തന്നെയാണ്. BJPക്ക് കേവല ഭൂരിപക്ഷം നേടിയില്ലെങ്കിൽ പോലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആയതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പദവി വേണമെന്ന ആഗ്രഹം വലിയ തോതിൽ നിൽക്കുന്നു. എന്നാൽ കേന്ദ്രത്തിൽ കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാലാണ് ഇപ്പോൾ ഐക്യജനതാദളിനെ സഹിക്കേണ്ട ആവശ്യം വന്നത് എന്നത് പരസ്യപ്പെടുത്തിയ കാര്യം തന്നെയാണ്. അവിടെയാണ് നിതീഷ് കുമാറിന് മറ്റ് മേച്ചിൽപ്പുറങ്ങൾ ഉള്ളത്. ഐക്യജനതാദളും RJDയും വീണ്ടും സഖ്യത്തിലാകാൻ ഒരു മധ്യസ്ഥത വഹിക്കാൻ മദൻ മോഹൻ ഝാ അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ വീണ്ടും കളത്തിലിറങ്ങാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ ഒരു നിമിഷം വന്നാൽ BJPക്ക് വീണ്ടും അധികാരം നഷ്ടപ്പെട്ടേക്കാം. നിലവിൽ BJP ഐക്യജനതാദൾ സഖ്യം ബീഹാർ ഭരിക്കുന്നുണ്ടെങ്കിലും അത് കേവല ഭൂരിപക്ഷം മാത്രമാണ്. വർഗീയ ഭൂരിപക്ഷം ബീഹാറിൽ 2015 മാത്രമാണ് അന്ന് കിട്ടിയത്. അന്ന് ഐക്യജനതാദളിന് 115 MLA-മാരും BJPക്ക് 91 MLA-മാരും, അങ്ങനെ മൊത്തത്തിൽ 206 MLA-മാരായിരുന്നു സഖ്യത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നത്. RJD ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്നാൽ അതിന്റെ തനിയാവർത്തനം പിന്നീട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. 2015-ലും 2020-ലും RJD 75-ലധികം സീറ്റുകൾ നേടിയെടുത്ത മഹാഗഡ്ബന്ധന്റെ തുറുപ്പ് ചീട്ടായി മാറുകയും ചെയ്തു.